മഹാരാഷ്ട്രയിലെ വിവാദ IAS ഉദ്യോഗസ്ഥ പൂജ ഖേഡ്കറുടെ അമ്മയ്ക്കെതിരെ അന്വേഷണം. പൂജയുടെ അമ്മ തോക്ക് ചൂണ്ടി കർഷകരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവത്തിൽ പൂനെ പോലീസ് അന്വേഷണം തുടങ്ങി. ഒരു വർഷം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് നടപടി. പൂജ ഖേഡ്കറുടെ അമ്മ കർഷകരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ഇത് സംബന്ധിച്ച് പുനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദൃശ്യങ്ങൾ ഒരു വർഷം മുൻപുള്ളതാണെന്ന് പുനെ SP പങ്കജ് ദേശ്മുഖ് പറഞ്ഞു. ദൃശ്യങ്ങളിലുള്ള ആളെ തിരിച്ചറിഞ്ഞ് പരാതിയുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പുനെ SP വ്യക്തമാക്കി. वाक्य है तो इसके बारे में जो भी कुछ हुआ है, जो भी हमारे लोगों ने इसमें तफ्तीश की है या ऑफेंस रजिस्टर किया है, ये सारे के बारे में हम जाएंगे. फिलहाल मैं आप सबको यही बताना चाह रहा हूँ कि इस वीडियो के सिलसिले में जिस व्यक्ति के साथ ये वाक्य हुआ है, പൂജ ഖേഡ്കറെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പൂജയുടെ സ്വത്ത് സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ ഏജൻസികൾ ശേഖരിക്കുകയാണ്. 22 കോടിയുടെ സ്വത്ത് പൂജയ്ക്കുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. പൂജയുടെ വാർഷിക വരുമാനം പ്രതിവർഷം 42 ലക്ഷമാണെന്നാണ് റിപ്പോർട്ട്. പൂജയ്ക്കെതിരെയുള്ള പരാതികളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പൂനെ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെ അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ നിയോഗിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.